ഹലോ സ്റ്റുഡൻസ്, ഇന്ന് ഈ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത് 9ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ രാജാ ഔർ വിദ്രോഹി അഥവാ രാജാവും വിമതനും എന്ന തലക്കെട്ടിലുള്ള നാടകത്തിന്റെ ലഘുവായ മലയാളം വിവരണമാകുന്നു. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഈ നാടകം കുട്ടികൾ ഒരു കളി എന്നോണം അവതരിപ്പിക്കുന്നതാണ് ഇതിന്റെ പ്രത്യേകത. പേജ് 80. കളിയുടെ തുടക്കം. കുട്ടികൾ ഒത്തുചേർന്ന് രാജാവും പ്രജകളുമായി കളിക്കാൻ തീരുമാനിക്കുന്നു. രാജൻ താൻ രാജാവാകുമെന്ന് പ്രഖ്യാപിക്കുന്നു. താൻ എല്ലാവരേക്കാളും വലിയവനായതുകൊണ്ടാണ് രാജാവാകുന്നതെന്ന് അവൻ വാദിക്കുന്നു. എന്നാൽ ഹേം ഇതിനെ എതിർക്കുന്നു. വെറുതെ വലിപ്പമുള്ളതുകൊണ്ട് ഒരാൾ ശക്തിമാനാകില്ലെന്ന് അവൻ പറയുന്നു. ഇതിനെ തുടർന്ന് അവർ തമ്മിൽ തർക്കമുണ്ടാകുന്നു. പേജ് 81. അധികാരം പങ്കിടൽ. മധി എന്ന കുട്ടി ഇടപെട്ട് ഇതൊരു കളിയാണെന്നും എല്ലാവർക്കും രാജാവാകാൻ അവസരം ലഭിക്കുമെന്നും പറഞ്ഞ് അവരെ ശാന്തരാക്കുന്നു. രാജൻ രാജാവാകുന്നു, ജിതൻ മന്ത്രിയായും ഉപേൻ ജഡ്ജിയായും തിരഞ്ഞെടുക്കപ്പെടുന്നു. ബാക്കിയുള്ള കുട്ടികൾ സൈനികരാകുന്നു. വെറുതെ ഇരിക്കുന്ന സൈനികർക്ക് ആവേശം നൽകാൻ ഒരു യുദ്ധം വേണമെന്ന് രാജാവ് തീരുമാനിക്കുന്നു. പേജ് 82. കുറ്റം ചുമത്തൽ. യുദ്ധം ചെയ്യാൻ ശത്രുക്കളില്ലാത്തതിനാൽ രാജാവിനെ വണങ്ങാത്ത ഹേമിനെ ശത്രുവായി പ്രഖ്യാപിക്കുന്നു. രാജാവ് കടന്നുപോകുമ്പോൾ ജനലിലൂടെ നോക്കി ഹേം കോട്ടുവായി ഇട്ടു എന്നതാണ് അവനെതിരെയുള്ള കുറ്റം. ഇത് രാജാവിനെ അപമാനിക്കലാണെന്ന് സൈന്യാധിപൻ പ്രഖ്യാപിക്കുന്നു. പേജ് 83. നീതിക്കായി ജനങ്ങൾ. ഹേമിനെതിരെയുള്ള യുദ്ധം നീതിയല്ലെന്ന് ജനങ്ങൾ പറയുന്നു. രാജാവ് അനീതി കാണിച്ചാലും അനുസരിക്കണോ എന്ന് അവർ ജഡ്ജിയോട് ചോദിക്കുന്നു. രാജാവിന് വലിയ സൈന്യമുണ്ടെന്നും അതിനാൽ അനുസരിക്കേണ്ടി വരുമെന്നും ജഡ്ജി ആദ്യം പറയുന്നു. എന്നാൽ നീതിയുടെ വഴിയിൽ നടക്കുമ്പോൾ മാത്രമേ ഒരാൾ രാജാവാകുന്നുള്ളൂ എന്ന് ജനങ്ങൾ വാദിക്കുന്നു. പേജ് 84. വിചാരണ. രാജാവ് ഒരിക്കലും അനീതി ചെയ്യില്ലെന്ന് രാജൻ അവകാശപ്പെടുന്നു. ഹേം ചെയ്ത കുറ്റം കൃത്യമായി തെളിയിക്കാൻ ജനങ്ങൾ ആവശ്യപ്പെടുന്നു. രാജകൊട്ടാരത്തിലെ ആന പോകുമ്പോൾ ഹേം തുപ്പിയെന്നാണ് രാജാവ് മറ്റൊരു കുറ്റമായി പറയുന്നത്. വെറുതെ യുദ്ധം ചെയ്യാനായി രാജാവ് ഓരോ കാരണങ്ങൾ കണ്ടെത്തുകയാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു. പേജ് 85. പരാജയവും തിരിച്ചറിവും. ഹേമും സൈന്യവും തമ്മിൽ യുദ്ധം നടക്കുന്നു. എന്നാൽ സൈനികർ യുദ്ധം തോൽക്കുന്നു. അവർ ഹേമിന്റെ പക്ഷത്തേക്ക് ചേരുന്നു. ജനങ്ങൾ രാജാവിനെ പാപിയെന്ന് വിളിക്കുന്നു. തന്റെ അധികാരം നഷ്ടപ്പെട്ടുവെന്നും സൈന്യവും നീതിപീഠവും ജനങ്ങൾക്കൊപ്പമാണെന്നും രാജാവ് മനസ്സിലാക്കുന്നു. പേജ് 86. കളി അവസാനിക്കുന്നു. രാജാവിനെ പുകഴ്ത്തിയിരുന്നവർ ഇപ്പോൾ ജനങ്ങളെ പുകഴ്ത്തിപ്പാടുന്നു. അധികാരമെന്നത് കിരീടത്തിലല്ല, ജനങ്ങളുടെ സ്നേഹത്തിലാണെന്ന് രാജൻ തിരിച്ചറിയുന്നു. രാജാവ് തന്റെ കിരീടമഴിച്ചുവെച്ച് സാധാരണക്കാരനായി ജനക്കൂട്ടത്തിൽ ലയിക്കുന്നു. വലിയ യുദ്ധങ്ങളില്ലാതെ തന്നെ സത്യവും നീതിയും വിജയിക്കുന്നുവെന്ന സന്ദേശത്തോടെ നാടകം അവസാനിക്കുന്നു. കുട്ടികളെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പുതുതായി കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്തു വയ്ക്കാനും മറക്കല്ലേ. നന്ദി.